അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ വംശീയാതിക്രമം രൂക്ഷമാണ്. ഇന്ത്യ, ചൈന രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വംശീയാതിക്രമങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. വംശീയതയ്ക്കും വിദേശീയ വിദ്വേഷത്തിനും ഐറിഷ് സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് ഡൽഹിയിലെ അയർലൻഡ് എംബസിയും അയർലൻഡ് ഭരണകൂടവും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും സമാനമായ അതിക്രമങ്ങൾ തുടരുകയാണെന്ന് വ്യക്തമാക്കി തരുന്ന റിപ്പോർട്ടാണ് അയർലൻഡിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു അയർലൻഡ് സ്ത്രീയിൽ നിന്ന് ഇന്ത്യൻ യുവതിക്കുണ്ടായ വംശീയ അധിക്ഷേപമാണ് ഏറ്റവും പുതിയ സംഭവം. ഇന്ത്യയിലേക്ക് മടങ്ങൂ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അയർലൻഡ് വനിത തന്നോട് പെരുമാറിയതെന്ന് ഇന്ത്യക്കാരിയായ സ്വാതി വർമ്മ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വംശീയതയും ഭീഷണിയെക്കുറിച്ചും അവബോധം വളർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു. അയർലൻഡിലെ ഒരു ജിമ്മിന് സമീപത്ത് വെച്ച് രാത്രി 9 മണിയോടെയാണ് തനിക്ക് നേരെ ഒരു സ്ത്രീയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതെന്ന് സ്വാതി പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് അയർലൻഡിൽ എത്തിയതെന്നായിരുന്നു ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റി ബാഡ്ജ് ധരിച്ച സ്ത്രീയുടെ ചോദ്യം. പിന്നാലെ റോഡിൽ തടഞ്ഞു നിർത്തി മോശം ഭാഷയിൽ സംസാരിച്ചു. നീ എന്തിനാണ് അയർലൻഡിൽ വന്നത്? നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിനക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോയിക്കൂടെ എന്നായിരുന്നു അവരുടെ ചോദ്യങ്ങളെന്ന് സ്വാതി ഇൻസ്റ്റാഗ്രാമിലൂടെ പറയുന്നുണ്ട്. എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? നിങ്ങൾ അയർലൻഡിലേക്ക് വരുന്നു, ഇവിടെ താമസിക്കാൻ വീട്ടുടമസ്ഥർക്ക് പണം നൽകുകയും ചെയ്യുന്നുവെന്ന് ഐറിഷ് സ്ത്രീ പറഞ്ഞു. ഇവിടെ തുടരാൻ വർക്ക് വിസയുണ്ടോ എന്ന് സ്ത്രീ ചോദിക്കുന്നുണ്ട്. ഇവിടെ സൗജന്യമായിട്ടല്ല താമസിക്കുന്നതെന്നും നികുതി അടയ്ക്കുകയും അയർലൻഡിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലേക്ക് മടങ്ങൂ എന്ന് സ്ത്രീ ആക്രോശിക്കുകയായിരുന്നെന്ന് സ്വാതി പറഞ്ഞു. സ്ത്രീയിൽ നിന്നുണ്ടായ മോശം അനുഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സ്വാതി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ട സ്ത്രീ അയർലൻഡിൽ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ഞെട്ടിക്കുന്നതും ഹൃദയം തകരുന്നതുമായ അനുഭവമാണ് ഉണ്ടായത്. ഞാൻ ദിവസവും നടക്കുന്ന ഒരു തെരുവിൽ വെച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ലെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ സ്വാതി പറയുന്നുണ്ട്. സ്ത്രീയുടെ രോഷത്തിൽ ആദ്യം താൻ ഭയപ്പെട്ടു. പിന്നാലെ അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു. ഈ ഘട്ടത്തിലും ഭയമാണ് തോന്നിയത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു അനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനാണ് വിവരങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത്. നടന്ന സംഭവങ്ങൾ വിവരിച്ച് പോലീസിൽ പരാതി നൽകിയെന്നും അവർ പറഞ്ഞു. എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഐറിഷ് വനിതയ്ക്ക് ഉണ്ടായിരിക്കാമെന്ന സംശയം സ്വാതി പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് നേരെയുണ്ടായത് ആഴത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഇതൊരു വ്യക്തിയെക്കുറിച്ചല്ല. വംശീയത, ഭീഷണി, വിദ്വേഷം എന്നിവ ഇപ്പോഴും തെരുവുകളിൽ സാധാരണമാണെന്ന് സ്വാതി പറഞ്ഞു. അയർലൻഡ് സ്വന്തം നാടാണെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അയർലൻഡിലെ തെരുവിൽ വെച്ചുണ്ടായ അനുഭവം പങ്കുവച്ച സ്വാതിയുടെ വീഡിയോയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം ശക്തമാണ്. അയർലൻഡ് ഇപ്പോൾ ഒരു തമാശയാണെന്നും ദക്ഷിണ ഏഷ്യക്കാർക്കെതിരായ നഗ്നമായ വംശീയത വ്യാപകമാണെന്നും ഒരാൾ പറയുന്നുണ്ട്. നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അയർലൻഡിലെ ഈ പ്രശ്നത്തെ വിളിച്ചു പറയുകയും വീഡിയോ സഹിതം പുറത്തുവിടുകയും ചെയ്ത സ്വാതിയെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.